ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് പ്യുവർലി ഈ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിലെ ഒരു തിയറി പാർട്ടുകൾ മാത്രമാണ്. ഇനിയാണ് നമ്മൾ അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകുന്നത്. എങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻ വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നുള്ള പ്രോബ്ലത്തിലേക്ക് പോകുന്നത് ഇനിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളതിൽ ടാക്സ് ചെയ്യപ്പെടുന്നത് നമുക്കറിയാം. ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഗെയിൻ ഒരു അസസിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ ഗെയിനിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഗെയിന് അറൈസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തി ടാക്സ് കൊടുക്കണം. ലോങ് ടേം ആണ് ക്യാപിറ്റൽ ഗെയിനെങ്കിൽ 20%, ഷോർട്ട് ടേം ആണ് ക്യാപിറ്റൽ ഗെയിനെങ്കിൽ നോർമൽ റേറ്റിലുമാണ് ടാക്സ് കൊടുക്കേണ്ടത്. ഈ പോയിൻ്റൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ക്യാപിറ്റൽ അസറ്റുകളെ 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദറ്റ് ഇസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ, അതിൻ്റെ ഇയേഴ്സ് ഒക്കെ നമ്മൾ നോക്കി. അപ്പോൾ ഇനി നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ക്യാപിറ്റൽ അസറ്റ് 2 ഉണ്ട്. അതിൻ്റെ ഇയേഴ്സ് നോക്കണം. 36 മാസത്തിൽ കൂടുതലാണോ നോക്കണം, കുറവാണോ നോക്കണം, എന്നിട്ടൊക്കെ വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കിനി നോക്കാനുള്ള ടോപ്പിക് കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ആണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 48. ക്യാപിറ്റൽ ഗെയിൻ അറൈസ് ചെയ്യുന്നത് നമുക്കറിയാം ക്യാപിറ്റൽ അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴിയാണ് വി അറൈസ് ദ ക്യാപിറ്റൽ ഗെയിൻ. Capital gains are classified into short-term capital gain and long-term capital gain. When short-term capital assets are transferred and a gain is arised, that is known as short-term capital gain. When we transfer a long-term capital asset and arise a gain, that is known as long-term capital gain. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്, പ്രോബ്ലം ചെയ്യേണ്ട ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അത് ശരിക്കും നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഓർ അക്രൂയിങ്, റിസീവ്ഡ് ഓർ അക്രൂയിങ്. നമുക്ക് അക്രൂ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ റിസീവ് ചെയ്യപ്പെടുന്ന ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ വിറ്റിട്ട് കിട്ടുന്ന വില. ശരിക്കും മനസ്സിലാക്കുക കേട്ടോ. വിറ്റിട്ട് കിട്ടുന്ന വിലയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മളെടുത്ത് എഴുതേണ്ടത് എന്താ? ക്വസ്റ്റ്യനിൽ നമുക്ക് പറയും ഒരാൾ അയാളുടെ അസറ്റ് വിറ്റിട്ട് അയാൾക്ക് ഇത്ര രൂപ കിട്ടി എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനായിട്ട് ആ കിട്ടിയ വില എത്രയാണോ അതാണ് നമ്മളെടുത്ത് എഴുതേണ്ടത്. അതിൽ നിന്ന് അത് കൈമാറ്റം ചെയ്യാൻ അയാൾക്ക് എന്തെങ്കിലും ചിലവ് വന്നിട്ടുണ്ടാവും. അതിനെയാണ് കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അത് കുറയ്ക്കണം. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ആ സാധനം അയാൾ അക്വയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ, വാങ്ങിച്ചതാവുമല്ലോ. ഇപ്പോൾ ഞാനൊരു ബിൽഡിങ് വാങ്ങിച്ച് വിറ്റു, വാങ്ങിക്കാൻ എനിക്കൊരു വില വന്നല്ലോ, അതാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്, ഞാൻ ആ ബിൽഡിങ് വാങ്ങിച്ച് അതിനൊന്ന് റൂഫിംഗ് ഒക്കെ ചെയ്തു ശരിക്ക്. അങ്ങനെയാണെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയതാ, എനിക്ക് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് വന്നു, എന്നിട്ടാണല്ലോ ഞാൻ വിറ്റത്. ഓക്കെ, വിൽക്കാൻ ഞാനൊരു ബ്രോക്കറെ ഏൽപ്പിച്ചു, ബ്രോക്കർക്ക് ഞാൻ കമ്മീഷൻ കൊടുത്തു, സെല്ലിങ് എക്സ്പെൻസ് ഒന്നുമില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ചിലവുകളൊക്കെ വരുന്നുണ്ടാവും. ഇത് കുറച്ചാൽ എനിക്ക് കിട്ടുന്നതാണ് ഗ്രോസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. നെറ്റായിട്ടില്ല കേട്ടോ, ഗ്രോസ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൽ നിന്ന് വേറെ എന്തൊക്കെയോ എക്സംഷൻ കുറയ്ക്കാനുണ്ട്. അതിനുശേഷം ലെസ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 54B, 54D ആൻഡ് 54G. 54B, 54D, 54G എന്ന് പറഞ്ഞിട്ട് കുറച്ച് എക്സംഷനുകളുണ്ട്. ഈ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിൻ്റെ ലാസ്റ്റായിട്ട് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് അതൊക്കെ. അതപ്പോൾ അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എനിവേ, എന്തെങ്കിലും അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതേ അസറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ആ എമൗണ്ടിന് നമ്മൾ ക്യാപിറ്റൽ ഗെയിനിൻ്റെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് എക്സെപ്ഷനിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഒരു വീടുണ്ട്, ഞാൻ ആ വീട് വിറ്റു, പുതിയൊരു വീട് വാങ്ങിച്ചു. ഓക്കെ, ഞാൻ താമസിക്കുന്ന വീടാണ് ഞാൻ വിറ്റത്, എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറണമെന്ന് കരുതിയിട്ടാണ് ഞാനത് വിറ്റത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീട് വിറ്റു, ഞാൻ പുതിയ വീട് വാങ്ങിച്ചല്ലോ. അപ്പോൾ പിന്നെന്താണ്, ഞാൻ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ടാക്സ് വേണം എന്ന് ഇൻകം ടാക്സ് അതൊരു പറയുന്നുമില്ല.
ഞാൻ വീട് വാങ്ങി വീട് വിൽപ്പന നടത്തുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ആളാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് എടുക്കും. പക്ഷേ എൻ്റെ പണി റിയൽ എസ്റ്റേറ്റ് ആണോ? അല്ല, ഞാൻ താമസിക്കുന്ന വീടാണ്. എനിക്ക് ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് താമസം മാറാൻ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വീട് വിറ്റിട്ട് വേറെ വീട് വാങ്ങിച്ചു. ഞാനപ്പോൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിനെയാണ് എക്സംഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എക്സംഷൻ അണ്ടർ സെക്ഷൻ 54B, 54D, 54G ഈ 3 ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് കൊടുക്കുന്ന എക്സംഷനുകളാണ്. ഇത് കുറച്ചാൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നതാണ് ടാക്സബിൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം സെയിൽസ് വാല്യൂ എടുക്കുക. അതിനെയാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സെയിൽസ് വാല്യൂവിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫറും മൈനസ് ചെയ്താൽ നമുക്ക് ഗ്രോസ് ക്യാപിറ്റൽ ഗെയിൻ കിട്ടും, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. അതിൽ നിന്ന് എക്സംഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിമൈൻസിനെയാണ് നമ്മൾ ടാക്സബിൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് നോക്കണം. അതിന് നമുക്കിതിൽ കൊടുത്തിരിക്കുന്ന ടേംസിനെ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ടേം ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. എമൗണ്ട് ഫോർ വിച്ച് എ ക്യാപിറ്റൽ അസറ്റ് ഇസ് ട്രാൻസ്ഫേർഡ്. ഫോർ എക്സാമ്പിൾ സെയിൽസ് വാല്യൂ, അത്ര ഓർത്താൽ മതി. ഓക്കെ, സെയിൽസ് വാല്യൂ ആണ്, അതായത് വിറ്റിട്ട് കിട്ടുന്ന വിലയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ദെൻ കോസ്റ്റ് ഓഫ് അക്വസിഷൻ. കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഇസ് ദ സം ടോട്ടൽ ഓഫ് എമൗണ്ട് സ്പെൻഡ് ഫോർ അക്വയറിംഗ് ദറ്റ് ക്യാപിറ്റൽ അസറ്റ്. ആ ക്യാപിറ്റൽ അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടി വരുന്ന സം ടോട്ടൽ ഓഫ് എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറയുന്നത്. അടുത്തത് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് മീൻസ് all expenditure of a capital nature incurred in making addition or alteration of the capital asset. ഈ ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ക്യാപിറ്റൽ അസറ്റുമ്പോൾ ഞാൻ എന്തെങ്കിലും ആൾട്രേഷനോ അഡീഷനോ ഒക്കെ വരുത്തിയാൽ അതിനെനിക്ക് ചിലവ് വന്നിട്ടുണ്ടാവും. അതിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ. എക്സ്പെൻസ് from sales proceeds from a capital asset that wholly and directly related to the sale of transfer of the capital asset are allowed to be deducted. Okay, that is brokerage, commission paid for securing a purchaser. നമുക്കെന്നെ അറിയാലോ, ഞാനിപ്പോൾ ഒരു സാധനം വിൽക്കാൻ ഞാനൊരു ബ്രോക്കറെ ഏൽപ്പിച്ചാൽ ബ്രോക്കർക്ക് ഞാൻ കമ്മീഷൻ കൊടുക്കണം. അതെന്താണ്? എൻ്റെ ആ വിൽപ്പനയ്ക്ക് വേണ്ടി വരുന്ന ചിലവായതുകൊണ്ട് അതിനെന്തെന്ന് പറയുന്നു? കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നു. സോ എനി ബ്രോക്കറേജ് ഓർ കമ്മീഷൻ പെയ്ഡ് ടു ബ്രോക്കർ ഫോർ ദ പർപ്പസ് ഓഫ് സെല്ലിംഗ് ദറ്റ് അസറ്റ് ഇസ് നോൺ ആസ് കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ. ഓക്കെ, ഓൾ ദീസ് ആർ ദ എക്സ്പെൻസസ് ഇൻക്വേർഡ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ദറ്റ് സ്പെസിഫൈഡ് അസറ്റ്. ആ ടേംസ് ഒക്കെയാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ഫോർമാറ്റ് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞത്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, കോസ്റ്റ് ഓഫ് അക്വസിഷൻ, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ. ഇനി നമുക്കിതിൽ ഓരോ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. മിസ്റ്റർ എ ബോട്ട് ഗോൾഡ് ഫോർ ₹250,000 in 2019 and paid a commission ₹5,000 and sold it for $275,000 in 2020. Compute short term capital gain. 2019 വാങ്ങിച്ചു, 2020 വിറ്റു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആകെ ഒരു വർഷം ആകെ വയ്ക്കുന്നുള്ളൂ, ഒരു വർഷമേ ആകെ കയ്യിൽ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് കിട്ടുന്ന ഗെയിനിനെ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയുക. ഇതിലെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ വിറ്റിട്ട് കിട്ടുന്ന വില എത്ര രൂപയാണ്? 2,75,000. ആ 2,75,000-നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. 2,75,000-ൽ നിന്ന് ഏതൊക്കെ കുറയ്ക്കണം? കോസ്റ്റ് ഓഫ് അക്വസിഷനും കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫറും. കോസ്റ്റ് ഓഫ് അക്വസിഷനും കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫറും. ഇവിടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ഒന്നുമില്ല. ശരിക്കും കുറയ്ക്കേണ്ടത് എന്തൊക്കെയാണ്? കോസ്റ്റ് ഓഫ് അക്വസിഷനും കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫറും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും. ഇവിടെ നമുക്ക് ഇംപ്രൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കോസ്റ്റ് ഓഫ് അക്വസിഷനെയും കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫറിനെയും നമുക്ക് മൈനസ് ചെയ്യാം. 2,75,000-ൽ നിന്ന് 2,50,000-ഉം 5,000-ഉം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻസ് നമുക്ക് വരുന്നതാണ് 20,000. ദറ്റ് ഇസ് എ ഗ്രോസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ.
Mr. Saurav sold his property January 2020 at 50 lakh, which he had purchased in December 2018 for 30 lakh. He spent around 2 lakh on house improvement during the period and also paid a brokerage of 5%, 0.5% of the sales price of the house at the time of selling the house. What will be taxable capital gain? സൗരവ് എന്ന് പറയുന്ന ആൾ ഒരു പ്രോപ്പർട്ടി വിറ്റു 50 ലക്ഷം രൂപയ്ക്ക്. പർച്ചേസ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനാണ് 50 രൂപ. അതയാൾ പർച്ചേസ് ചെയ്തത് ഡിസംബർ 2018 30 ലക്ഷത്തിന്. 36 മാസമൊന്നും ആയിട്ടില്ല കേട്ടോ. 18 വാങ്ങിച്ചിട്ട് 19-20 വിറ്റു. അതിനയാൾ 2 ലക്ഷം രൂപ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ചിലവാക്കി. 5% ബ്രോക്കർക്ക് കമ്മീഷനും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്? അപ്പോൾ 50 ലക്ഷത്തിൻ്റെ 0.5% എന്ന് പറഞ്ഞാൽ 25,000 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ പ്രോപ്പർട്ടി ലെസ് ദാൻ 2 ഇയർ ഹോൾഡിംഗ് പീരീഡാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എന്തെന്നാ പറയുക? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നാ പറയുക. 3 വർഷം 36 മാസം ആവണ്ടേ, എന്നാലേ ലോങ് ടേം ആവുള്ളൂ. ഇവിടെ ഇത് 2 വർഷം വെച്ചിട്ടുള്ളൂ കയ്യിൽ, അതുകൊണ്ട് ഇത് ഷോർട്ട് ടേം ആണ്. ഇവിടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് വിറ്റിട്ട് കിട്ടുന്ന വില എത്രയാണ്? 50 ലാക്ക്. അപ്പോൾ 50 ലാക്ക് എടുത്തു. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 30 ലാക്ക്, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് 2 ലാക്ക്, കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ 25,000. അതായത് ഇതിൻ്റെ 50 ലക്ഷത്തിൻ്റെ 0.5% ആണ് 25,000. ഓക്കെ, ഇതെല്ലാം കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻസ് ആയിട്ട് എന്ത് വരും? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 17,75,000. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Mr. Afzal bought 5,000 equity shares in a company on 16th August 2019 at rupees 50 per share. He also paid a brokerage of rupees 3 per share. On 14th June 2020, he sold 4,000 shares rupees 75 per share and paid a brokerage of rupees 2 per share. Compute capital gain. ഇയാൾ 5000 ഇക്വിറ്റി ഷെയർ വാങ്ങിച്ചു 50 രൂപ വെച്ചിട്ട് കേട്ടോ. എന്നിട്ട് ഇയാൾ 14 ജൂണിന് വിറ്റു 4000 ഷെയർ 75 രൂപ വെച്ചിട്ട്. അതിനയാളൊരു ബ്രോക്കറേജും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് കാണാനാണ് പറഞ്ഞത്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഈസ് ഈക്വൽ ടു 4000 ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നമ്മൾ കണ്ടുപിടിക്കണ്ടേ. അപ്പം 4000 ഷെയർ 75 രൂപ വെച്ചിട്ട് 4000 ഇൻറ്റു 75. അതിൽ നിന്ന് 2 രൂപയാണല്ലോ പിന്നെ ഇയാൾക്ക് ബ്രോക്കറേജ് എന്ന് പറയുന്നത്. അപ്പം 4000 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 8000 വരും. ദെൻ അതിൽ തന്നെ 4000-ന് 50 രൂപ വെച്ചിട്ടാണല്ലോ അയാൾ വാങ്ങിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അയാളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 4000 ഇൻറ്റു 50 വെച്ചിട്ടാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വരിക. ദെൻ ഈ 4000-ന് 3 രൂപ വെച്ചിട്ട് അയാൾ വാങ്ങിക്കാൻ ബ്രോക്കറേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണത്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ ഭാഗം തന്നെയാണ് 12,000. അതായത് 4000 ഇൻറ്റു 3 വെച്ചിട്ട് 12,000. അപ്പോൾ ഇയാൾക്ക് വിറ്റിട്ട് കിട്ടുന്ന വില എന്ന് പറയുന്നത് 3 ലക്ഷമാണ്. 3 ലക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്യണം? 8000 വിൽക്കാൻ കൊടുത്ത ബ്രോക്കറേജ് കുറയ്ക്കണം. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 2 ലക്ഷം വാങ്ങാൻ കൊടുത്ത വിലയാണ്. അതിന് അന്ന് എത്ര ബ്രോക്കറേജ് കൊടുത്തിട്ടുണ്ട്? 12,000 ബ്രോക്കറേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ 2 ലക്ഷത്തിൽ നിന്ന് 12,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1,88,000. അപ്പോൾ 2,92,000 നിന്ന് 1,88,000 മൈനസ് ചെയ്താൽ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരുന്നത് 1,04,000. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വാങ്ങിച്ച വില ഓർക്കണം. വാങ്ങിക്കാനൊരു ബ്രോക്കറേജ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് മൈനസ് ചെയ്യണം. വിറ്റിട്ട് കിട്ടുന്ന ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എടുക്കണം. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ വിൽക്കാൻ അയാളൊരു ബ്രോക്കറേജ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്നും മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഷെയറുകളുടെ കാര്യത്തിൽ ചെയ്യേണ്ടത്. പെർ ഷെയർ വാല്യൂ എടുക്കുക എന്ന് മാത്രം, വേറൊന്നും അവിടെ കൺഫ്യൂഷനായിട്ട് ചെയ്യാനില്ല. അടുത്തത് ഇനി ഡിപ്രീസിയബിൾ അസറ്റിൻ്റെ കേസിൽ പറയുന്നുണ്ട്. സെക്ഷൻ 50 അനുസരിച്ച് ഇഫ് ആൻ അസസി ഹാസ് സോൾഡ് എ ക്യാപിറ്റൽ അസറ്റ് ഫോമിംഗ് പാർട്ട് ഓഫ് ബ്ലോക്ക് ഓഫ് അസറ്റ് ഓൺ വിച്ച് the depreciation has been allowed under Income Tax Act, the income arising from such capital asset is treated as short term capital gain. ഡിപ്രീസിയബിൾ അസറ്റിൻ്റെ കേസിൽ എപ്പോഴും എന്ത് മാത്രമേ വരുള്ളൂ? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ മാത്രമേ വരുള്ളൂ.
ഓക്കെ. ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ്, മെഷീനറി പോലുള്ള സാധനങ്ങൾക്കൊക്കെ നമുക്കറിയാം ഡിപ്രീസിയേഷൻ ഉണ്ട്. ഡിപ്രീസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ് WDV. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്നുള്ള ഹെഡ് നോക്കിയപ്പോൾ അവിടെ പഠിച്ചതാണ് WDVനെ കാണാൻ വേണ്ടിയിട്ട്. ഇൻകം ടാക്സ് അതോറിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. WDV ആണ് ലാസ്റ്റ് ഒരു ഡിപ്രീസിയബിൾ അസറ്റിന് ഉണ്ടാവുന്ന വില എന്ന് പറയുന്നത്. ബുക്കിൽ കാണുന്ന ലാസ്റ്റത്തെ വില WDV ആണ്. അപ്പോൾ WDV വരുന്ന ഏതൊരു അസറ്റ് ആയിക്കൊള്ളട്ടെ, അതായത് ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യനിൽ പറയുന്ന ഏത് അസറ്റ് ആണെങ്കിലും അതിന് എന്തേ ഉണ്ടാവുള്ളൂ? ഓൺലി ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. കാരണം അതിൻ്റെ വില ലാസ്റ്റ് ഇയർക്കുള്ളതാണ് കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ അതൊരു 5 വർഷം 10 വർഷം കണക്കാക്കാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പോയിന്റ് ശരിക്കും മനസ്സിൽ ശ്രദ്ധിക്കണം. ഡിപ്രീസിയബിൾ അസറ്റുകൾക്ക് എപ്പോഴും എന്തേ ഉള്ളൂ? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ മാത്രമേ ഉള്ളൂ. അതിനൊരിക്കലും എന്ത് വരില്ല? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരില്ല. ഈ WDV വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. ഓപ്പണിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂ എടുക്കുക. റെലവൻറ്റ് പ്രീവിയസ് ഇയറിലെ ഓപ്പണിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂ എടുക്കുക. അതിൻ്റെ കൂടെ ആഡ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് അസറ്റ് പർച്ചേസ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഡ്യൂറിങ് ദ ഇയറിൽ ഏതെങ്കിലും അസറ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് എടുക്കുക, അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഓപ്പണിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ദെൻ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ബ്ലോക്ക് ഓഫ് അസറ്റ് കിട്ടും. ദെൻ ആ അസറ്റ് വിറ്റിട്ട് എന്തെങ്കിലും വില കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആക്ച്വൽ ബ്ലോക്കിൻ്റെ വില കിട്ടും. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ ആസ് പെർ റേറ്റ് ഓഫ് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചുള്ളത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്ലോസിങ് റിട്ടേൺ ഡൗൺ വാല്യൂ കിട്ടും. അപ്പോൾ ഈ ഡിപ്രീസിയേഷനും കൂടെ വരുന്നൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. WDV ഓഫ് എ മെഷീനറി 1/4/2020 1/4/2020 ഒരു മെഷീനറിയുടെ WDV എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. 18th ഓഗസ്റ്റിന് അതെടുത്ത് വിറ്റു 2,30,000-ന്. കമ്പ്യൂട്ട് ക്യാപിറ്റൽ ഗെയിൻ. സിമ്പിൾ, ഒന്നും ചെയ്യാനില്ല. എന്താ ചെയ്യേണ്ടത്? മെഷീനറിയുടെ ഓപ്പണിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂ എടുത്തെഴുതുക. അതിൽ നിന്ന് സെയിൽസ് വാല്യൂ എത്രയാണോ അത് മൈനസ് ചെയ്യുക. റിമൈൻസ് വരുന്നതായിരിക്കും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇവിടെ ഓപ്പണിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂ കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 2 ലക്ഷം. 2 ലക്ഷത്തിൽ നിന്ന് അത് സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന വില എത്രയാണ്? അത് മൈനസ് ചെയ്യുക. സെയിൽ ചെയ്തപ്പോൾ എത്രയാണ് കിട്ടിയത്? 2,30,000. അപ്പോൾ 2 ലക്ഷവും 2,30,000 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 30,000. അപ്പോൾ ഇവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്? 30,000. ഓക്കെ. അപ്പം WDV വരുന്ന ഒരു മെഷീനറിക്ക് അല്ലെങ്കിൽ അസറ്റുകൾക്ക് എപ്പോഴും എന്തേ ഉള്ളൂ? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനേ ഉള്ളൂ എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ചെയ്യേണ്ടതിനെക്കുറിച്ച് പഠിച്ചു. ക്യാപിറ്റൽ ഗെയിൻ 2 എണ്ണമാണെന്ന് ഞാൻ പറഞ്ഞു, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം. ഇപ്പം നമ്മൾ ഫസ്റ്റ് നോക്കിയത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കി. അവിടെ നമ്മൾ ഡിപ്രീസിയബിൾ അസറ്റുകളെ കുറിച്ച് പറഞ്ഞു. ഡിപ്രീസിയബിൾ അസറ്റുകൾക്ക് എപ്പോഴും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനേ ഉള്ളൂ എന്നും പറഞ്ഞു. ഓക്കെ, താങ്ക് യു.